ഖത്തറിൽ നിന്നുള്ള തീർത്ഥാടകരെ സ്വാഗതം ചെയ്ത് മിനായിലെ തമ്പുകൾക്ക് മുന്നിൽ ബോർഡുകൾ സ്ഥാപിച്ചു. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സേവനമൊരുക്കുന്ന കമ്പനികളാണ് ഖത്തർ ഹാജിമാർക്കായുള്ള സൗകര്യങ്ങൾ നൽകുക. അതേസമയം ഖത്തർ ഹാജിമാരെ അയക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. സൗത്ത് ഏഷ്യൻ മോസസ് കീഴിലെ 140 നമ്പർ ഓഫീസിന് കീഴിലാണ് ഖത്തർ ഹാജിമാരെ സ്വീകരിക്കുക. സമീർ മുഹമ്മദ് സയ്യിദ് ഹാഫിദ് എന്ന മുത്തവീഫിന് കീഴിലുള്ളതാണ് ഈ സർവീസ് സ്ഥാപനം. കിങ് അബ്ദുള്ള ബ്രിഡ്ജിന് സമീപം സൂഖുൽ അറബ് ജൗഹറ സ്ട്രീറ്റുകൾക്കിടയിൽ 35, 36 നമ്പർ തമ്പുകളാണ് ഇതിനായി സജ്ജമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ തമ്പുകൾക്ക് മുമ്പിൽ ഖത്തറിൽ നിന്നുള്ള ഹാജിമാരെ സ്വാഗതം ചെയ്തുള്ള ബോർഡ് സ്ഥാപിച്ചത്. 2400 ഹാജിമാർക്കുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. പുതിയ എയർ കണ്ടീഷനുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ തമ്പുകളിൽ പുരോഗമിക്കുകയാണ്. ദിവസവും നിരവധി തൊഴിലാളികളാണ് ഇവിടെ ജോലിയെടുക്കുന്നത്. ഹജ്ജ് മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഇവിടെ സന്ദർശനം നടത്തി ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. അതേസമയം ഖത്തറിൽ നിന്നുള്ള തീർത്ഥാടകർ ഇത്തവണ ഹജ്ജിനെത്തുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഖത്തറുമായി സൗദി ഉൾപ്പെടെയുള്ള 4 അറബ് രാജ്യങ്ങൾ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിട്ട് 2 മാസം പിന്നിട്ടു. എന്നാൽ ഹജ്ജ് തീർത്ഥാടനത്തെ ഇത് ബാധിക്കില്ലെന്ന് സൗദി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തർ എയർവേസിൻ്റേതല്ലാത്ത മറ്റേത് വിമാനത്തിലും ഖത്തറിൽ നിന്നുള്ള ഹാജിമാർക്ക് ജിദ്ദ, മദീന വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യാനും അനുവാദമുണ്ട്. എന്നാൽ ഹജ്ജ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഖത്തർ ഇസ്ലാമിക കാര്യ മന്ത്രാലയം അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല. അതിനാൽ ഖത്തർ ഹാജിമാർ ഇത്തവണ പുണ്യഭൂമിയിലെത്തുന്ന കാര്യം സംശയമാണ്. മക്കയിൽ നിന്നും സാബിത് സലീമിനോടൊപ്പം റബി മുഹമ്മദ്, മീഡിയ 1.